അപ്പോൾ എന്താണ് നമ്മളിവിടെ കണ്ടത്? ഈ വേൾഡിൽ, ഈ ലോകത്ത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ലോകത്ത് ഗ്രാവിറ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ബോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇവിടുന്ന് ഇങ്ങനെ വിട്ടാൽ അത് താഴേക്ക് പോവില്ല, അത് അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഗ്രാവിറ്റേഷൻ ഉള്ളത് കാരണം അത് താഴേക്ക് വീഴും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷൻ? ഗ്രാവിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താണ്? എർത്തിൻ്റെ മണ്ടയ്ക്ക് ആപ്പിൾ വീഴുന്നു, അല്ലേ? ന്യൂട്ടൻ്റെ തലയ്ക്ക് ആപ്പിൾ വീഴുന്നു എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. എന്നാൽ അത് മാത്രമാണോ ഗ്രാവിറ്റേഷൻ? അല്ല. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ ഏത് രണ്ട് ഒബ്ജക്ട്സ് എടുക്കുകയാണെങ്കിലും ആ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. രണ്ടിനും അടുത്തേക്ക് വരാനുള്ള ഒരു പ്രവണതയുണ്ടെന്ന് പറയാം. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് രണ്ട് ഒബ്ജക്ട്സ് എടുക്കാം നമുക്ക്. ഒരു ആനയും ഒരു ടി വിയും എടുത്തു വെച്ചാൽ അവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അത് ഗ്രാവിറ്റേഷനാണ്. അതേപോലെ നമ്മുടെ സൂര്യനും ചന്ദ്രനും തമ്മിൽ, സണ്ണും മൂണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ഗ്രാവിറ്റേഷനാണ്. സണ്ണും ഏർത്തും തമ്മിൽ, സണ്ണും മാർസും തമ്മിൽ, സണ്ണും നമ്മളും തമ്മിൽ ഒക്കെ എന്തുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കും. അപ്പം ഈ യൂണിവേഴ്സിൽ ഏത് രണ്ട് ഒബ്ജക്ട്സ് എടുത്താലും അവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ വിളിക്കുക ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചോദ്യം വരും, ഓക്കെ സാറേ, ഗ്രാവിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി, ഗ്രാവിറ്റേഷൻ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു ആനേനെയും ടി വിനെയും എടുത്ത് സൈഡ് ബൈ സൈഡ് ഇങ്ങനെ വെച്ചാൽ ഗ്രാവിറ്റേഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് രണ്ടും അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടിമുട്ടാത്തത്? നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കും ഇനി വരാനുള്ള വീഡിയോസിൽ. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഗ്രാവിറ്റേഷൻ എന്താണെന്ന്. ഓക്കെ, നമ്മൾ വേറൊരു ടേം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, ഗ്രാവിറ്റി എന്ന്. നമ്മൾ രണ്ടും പരസ്പരം അങ്ങോട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷനും. എന്നാൽ എന്താണ് ഇവർ തമ്മിലുള്ള ശരിക്കും ഡിഫറൻസ്? ഇത്രയേ ഉള്ളൂ. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ ഏത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഏർത്തും ഭൂമിയും വേറെ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയും ആപ്പിളും, ആനയും ടി വിയും, ആപ്പിളും ടി വിയും ഒക്കെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, എന്ത് രണ്ട് ഒബ്ജക്റ്റും. പക്ഷെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏർത്തും ആനയും, ഏർത്തും ആപ്പിളും, ഏർത്തും സണ്ണും, ഏർത്തും മൂണും തമ്മിലുള്ളൊക്കെ അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന സ്പെഷ്യൽ പേരിൽ വിളിക്കുന്നത്. സംഭവം രണ്ടും സെയിമാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ കേസാണ്, അല്ലേ? ഏത് രണ്ട് ഒബ്ജക്ട്സും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസാണ്. ഏർത്തും വേറെ എന്ത് ഒബ്ജക്റ്റും സെയിം ഫോഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഏർത്തിൻ്റെ കേസ് സംസാരിക്കുമ്പോൾ നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ആപ്പിൾ താഴേക്ക് ഏർത്തിൻ്റെ മണ്ടയ്ക്ക് വീഴുകയാണെങ്കിൽ അതെന്താണ്? അത് ഗ്രാവിറ്റേഷൻ ആണ്, ശരിയാണ്. പക്ഷേ ഏർത്തിൻ്റെ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് നമ്മൾ അതിന് ഗ്രാവിറ്റി എന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അത് തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ടേമാണ് ഫ്രീ ഫോൾ. എന്താണ് ഈ ഫ്രീ ഫോൾ? വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഒരു മരത്തിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീണാൽ അത് എന്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്? ഏർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം, അല്ലേ ഗ്രാവിറ്റേഷൻ കാരണം എന്നൊക്കെ പറയാം. അത് താഴേക്ക് വീഴും, അല്ലേ? ഏർത്ത് അതിനെ പിടിച്ച് അട്രാക്ട് ചെയ്യും താഴേക്ക്, അതുകൊണ്ട് അത് താഴേക്ക് വീഴും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ആപ്പിളിൻ്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സസാണ് ഉള്ളത്? വേറെ എന്തെങ്കിലും ഫോഴ്സസ് ഉണ്ടാവുമോ? ഈ വെച്ചാൽ നമ്മൾ അറ്റ്മോസ്ഫിയറും ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല, വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ഫോഴ്സ് മാത്രമേ ഈ ആപ്പിളിൻ്റെ മുകളിലുള്ളൂ? ഏർത്തിൻ്റെ ഗ്രാവിറ്റി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പറയും ഈ ആപ്പിൾ ഫ്രീ ഫോൾ ചെയ്യുകയാണെന്ന് പറയും. ആപ്പിൾ എന്ത് ചെയ്യാണ്? ആപ്പിൾ ഫ്രീ ഫോൾ ചെയ്യണം. അപ്പോൾ ഫ്രീ ഫോളിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആകെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫോഴ്സും ഇല്ല. അപ്പോൾ ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മോഷനാണ് ഫ്രീ ഫോൾ. അതായത് ഗ്രാവിറ്റി മാത്രം ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ വിളിക്കും ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് വെറുതെ താഴേക്ക് വീഴുന്നു, അത്രേ ഉള്ളൂ. ഏർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം ആ താഴേക്ക് വീഴാണ് നമ്മൾ പറയും ആ ഒബ്ജക്റ്റ് ഫ്രീ ഫോളാണെന്ന് പറയും. ഫ്രീ ആയിട്ട് വീഴാണ്, വേറെ ഒരു ഫോഴ്സ് ഇല്ല, ആകെ ഗ്രാവിറ്റി മാത്രമേ അതിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നുള്ളൂ. അത് നമ്മൾ ഫ്രീ ഫോൾ എന്ന് വിളിക്കും. അപ്പോൾ 3 ടേംസ് നമ്മൾ പഠിച്ചു: ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റി, ഫ്രീ ഫോൾ. ഈ 3 ടേംസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ള വീഡിയോസ് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളീ പഠിച്ച ഗ്രാവിറ്റേഷൻ, അല്ലേ? ഗ്രാവിറ്റേഷൻ എന്താണെന്നൊക്കെ പഠിച്ചില്ലേ? ആ ഗ്രാവിറ്റേഷന് നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്തു? ന്യൂട്ടൺ കുറച്ചൊരു ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു തന്നു.
അല്ലേ, നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗ്രാവിറ്റേഷൻ്റെ ഫോഴ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാക്കി തന്നു. അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ പേരെന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്.